SIRുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ 2 വീഡിയോകൾ ചെയ്തിരുന്നു. നമ്മുടെ സമയപരിധിയുടെ ഒരു പ്രശ്നം കാരണം അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുകയും ഒരുപാട് കമന്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന് ഒരു വോളണ്ടിയർ വർക്ക് അഥവാ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമാണ്. ആത്യന്തികമായിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അവരുടെ നമ്പറുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവരുടെ സൈറ്റിൽ തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും, സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്നുള്ളത്. എങ്കിൽ പോലും നമ്മൾ നിലവിൽ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ബിലാൽ ചൂരിയുണ്ട്. ബിലാൽ ചൂരി ഒരുപാട് ആളുകളുടെ ഈ ഫോമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത അനുഭവം വെച്ചിട്ടാണ് ബാക്കിയുള്ള ഉത്തരങ്ങൾ നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഇതൊക്കെ രേഖകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുതകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇത് BLOയ്ക്കോ ബന്ധപ്പെട്ട ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കോ സമർപ്പിക്കുന്നുവെന്നാണ്. ഇതിൽ വിധി നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥകൾ എന്താവുമെന്ന് അത് ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടായതിനു ശേഷമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും അടുത്ത മാസം വരുന്ന കരട് വോട്ടർ പട്ടികയിൽ മിക്കവാറും ആളുകളും ഇടം പിടിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഹിയറിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങളും സൂക്ഷ്മ പരിശോധനയും അതിലുണ്ടാകുന്ന പരാതികളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉണ്ടായി ഫെബ്രുവരിയിലാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത്. അപ്പോൾ മാത്രമേ ബീഹാറിൽ പോയാലേ സംഭവിച്ച കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കേരളത്തിൽ എന്താണ് ഇനി പ്രശ്നമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ കേരള സർക്കാർ പോലും കോടതികളെ സമീപിച്ചിട്ടുണ്ട്. നിരവധി തമിഴ്നാടും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോടതികളെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലടക്കം ഇതിന്റെ കേസുകൾ നടക്കുകയാണ്. ഇങ്ങനെ പലവിധ നിയമ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതുമായി സഹകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫോമുകളും അതുപോലെ തന്നെ നമ്മുടെ രേഖകളും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുകയാണ്. ഏതായാലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് ഇത് കണ്ടതിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് തീർച്ചയായിട്ടും അതിന് നമ്മൾക്കറിയാവുന്ന ഉത്തരങ്ങൾ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇതിൽ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലരും സംശയങ്ങൾ കമൻ്റായി നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ചോദിച്ചിട്ടുണ്ട്. പലർക്കും ഉത്തരങ്ങൾ അറിയേണ്ടത്. പൊതുവായിട്ട് ആളുകൾക്കുണ്ടാവുന്ന സംശയങ്ങളെ പറ്റി പറയുമ്പോൾ എന്താണ് നമുക്ക് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്? പൊതുവായിട്ടുള്ള ആളുകൾക്കുണ്ടാവുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തല്ലോ. ആ 2 വീഡിയോകളിൽ ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. SIRൽ ഉൾപ്പെട്ട ആളുകളും ഉൾപ്പെടാത്ത ആളുകളൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, പിന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളെ കുറിച്ചിട്ടും BLOകൾക്കുള്ള ആശയക്കുഴപ്പങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടും സംശയങ്ങൾ മാറിയിട്ടുണ്ടോ? സംശയങ്ങൾ മാറിയിട്ടില്ല. വീണ്ടും സംശയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോസിൻ്റെ കമൻസ് ആയിട്ട് ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അതിൻ്റെ സംശയങ്ങൾ പല രീതിയിലുള്ള സംശയങ്ങളാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആ അനുഭവങ്ങളിലൂടെ ഉണ്ടായ ഒരുപാട് സംശയങ്ങൾ, ആ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള സംശയങ്ങളെ കുറിച്ചിട്ട് പറയാം. അത് തന്നെയാണ് പൊതുവെ കമൻസിലും രേഖപ്പെടുത്തിയിട്ടുള്ള സംശയങ്ങൾ. അതിൽ ഒന്നാമത്തത് എപിക് നമ്പറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളെ കുറിച്ചിട്ട്. നമ്മൾ ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കുന്ന മേലത്തെ കോളത്തിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ ആ വ്യക്തിയുടെ പേപ്പറാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ആ വ്യക്തിയുടെ ജനന തീയതി കൊടുക്കുന്നു. അതേപോലെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേരിൽ നിലവിൽ അവർക്ക് വോട്ട് ഉണ്ടെങ്കിൽ ഈ പേപ്പർ അവർക്ക് കൊണ്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കാണുന്ന എപിക് നമ്പർ ഉണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. അത് ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നിർബന്ധമില്ല. നമ്മൾ ഡോക്യുമെൻറ്റ്സിൽ ഒക്കെ ക്ലിയറായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്.
അപ്പോൾ അതില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് മാതാവിൻ്റെയും അതുപോലെ നിലവിൽ അവർക്ക് എപ്പിക് കാർഡ് ഉണ്ടെങ്കിൽ ആ എപ്പിക് കാർഡ് നമ്പർ ഏതാണ്, നിലവിൽ അവർക്ക് ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ എപ്പിക് നമ്പർ മേലെ കാണും, അതാണ് കൊടുക്കേണ്ടത്. അതേപോലെ പങ്കാളിയുടെയും അതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ എപ്പിക് നമ്പറിൽ മാറ്റം വരുന്നത് SIR കോളത്തിൽ ചില ആളുകൾക്ക് എപ്പിക് നമ്പർ കാണിക്കില്ല അവിടെ, അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില എപ്പിക് നമ്പറിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അന്നത്തെ എപ്പിക് നമ്പറും ഇന്നത്തെ എപ്പിക് നമ്പറും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ SIR ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത്, അത് SIR ലിസ്റ്റിൽ ഏത് എപ്പിക് നമ്പറാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് ആ SIR ലിസ്റ്റിൽ ഏത് എപ്പിക് നമ്പറാണ് നമ്മുടെ ഈ ബന്ധുരേഖയുടെ നമ്മുടെ പേരിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുള്ളത്, അതിന് നേരെയായിട്ട് കൊടുത്തിട്ടുള്ളത്, അത് തന്നെയാണ് കൊടുക്കണം. എപ്പിക് നമ്പറിൻ്റെ കാര്യത്തിൽ അതാണ്. പിന്നെ രണ്ടാമത്തെ സംശയങ്ങൾ വരുന്നത്, നമ്മുടെ വീടുകളിൽ വരുന്ന ഭാര്യമാർ പല പ്രദേശങ്ങളിൽ നിന്നും പല മണ്ഡലങ്ങളിൽ നിന്നൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഭാര്യമാരുടെ പേരുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതേപോലെ അവരുടെ പേപ്പർ ഒന്നെങ്കിൽ അവരുടെ വീടുകളിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിയമസഭ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് SIR ലിസ്റ്റ്. അപ്പോൾ എവിടെ ഫില്ല് ചെയ്താലും എവിടെ കൊടുത്താലും ഒന്നേ വരുള്ളൂ, എവിടെയെങ്കിലും ഒന്നിന് അത് ഉണ്ടാവും. SIR ലിസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവരുടെ ഭാര്യമാരുടെ പിന്നെ ഉപ്പ ഉമ്മ അവരുടെ ഫാദർ മദർ പിന്നെ അതേപോലെ ബ്രദർ അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക. ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഭാര്യയുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വോട്ട്, ആ വോട്ട് 2002 വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാ എന്ന് നോക്കുകയാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിന് അവരുടെ 2002 എവിടെയാണോ ഏത് സ്കൂളിലാണോ എവിടെയാണോ ഏത് ബൂത്തിലാണോ വോട്ടിട്ടത് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് SIR ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേര് കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷനാണ് അവരുടെ ഗ്രാൻഡ് ഫാദർ, പിന്നെ മദറിൻ്റെ സിസ്റ്റർ, അതേപോലെ ഫാദറിൻ്റെ ബ്രദർ, ഫാദറിൻ്റെ സിസ്റ്റർ, അതൊക്കെ രക്തബന്ധുക്കളിൽപ്പെട്ട അതൊക്കെ വരുന്നത്. അതിനുശേഷം ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ മദർ ആൻഡ് ഫാദർ ആ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ വന്നാലും അവിടെ വന്നാലും നമുക്ക് ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി പിന്നൊരു സംശയങ്ങൾ, പിന്നെ അവരുടെ ഉപ്പാൻ്റെയും ഇല്ല ഉമ്മാൻ്റെയും ഇല്ല, പിന്നെ ഏത് പിന്നെ ഇതാണ് കൊടുക്കേണ്ടത് എന്നാണ്. അതിലാണ് പുതിയതായിട്ടുള്ള ഒരു നിയമം വന്നത്. നമ്മുടെ SIR ലിസ്റ്റിൽ നമുക്ക് SIR ലിസ്റ്റിൽ ഭർത്താവിന് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ വൈഫിനെ ആ വൈഫിൻ്റെ ബന്ധുരേഖ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് പുതിയ നിയമമാണ്. ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ SIR ലിസ്റ്റിൽ 2002 SIR ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവും, അതേപോലെ അവരുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കുന്നു, ഹസ്ബൻഡിൻ്റെ കൊടുക്കുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ ഫാദറിൻ്റെ ഇല്ലെങ്കിൽ മദറിൻ്റെ നെയിം അതിൽ ആഡ് ചെയ്യാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർ രണ്ടുപേരുടെ ഇല്ലെങ്കിൽ മാത്രം ഭർത്താവിലേക്ക് പോവാം. SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്, ഉൾപ്പെടാത്ത ആളുകളല്ല. ഉൾപ്പെട്ട ആളുകൾ അതിനുശേഷം അവർ ഹസ്ബൻഡിൻ്റെലേക്ക് പോവാം. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഹസ്ബൻഡിൻ്റെ പേര് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഉമ്മമാരെയൊക്കെ അതേപോലെ ഹസ്ബൻഡിൻ്റെ പേരിലായിരിക്കും അന്നത്തെ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പം അത് അങ്ങനെ തന്നെ കൊടുക്കാം. അങ്ങനെ ഉൾപ്പെടെ നമ്മുടെ ഉമ്മമാരെയൊക്കെ പണ്ട് അവരുടെ ഉപ്പാൻ്റെ പേരല്ലായിരിക്കും, ഫാദറിൻ്റെ പേരോ ഇല്ലെങ്കിൽ മദറിൻ്റെ പേരോ അല്ലായിരിക്കും SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് അവരുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ ഈ വ്യക്തിയുടെ ഞാനെന്ന വ്യക്തിയുടെ ഉപ്പാൻ്റെ പേരായിരിക്കും ഉമ്മാൻ്റെ ബന്ധു ലിസ്റ്റിൽ നേരെ കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ എഴുതാം. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആർക്കും വോട്ടില്ല, നമ്മുടെ വീട്ടിൽ ആർക്കും വോട്ടില്ല, ഫാദറിനും വോട്ടില്ല മദറിനും വോട്ടില്ല എങ്കിൽ നമ്മൾ മൂന്നാമത്തെ കോളത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒന്നെങ്കിൽ ഫാദറിൻ്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദറിൻ്റെ മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവും, അതേപോലെ ഫാദറിൻ്റെ ബ്രദർ,
ഫാദറിൻ്റെ സിസ്റ്റർ, മദറിൻ്റെ ബ്രദർ, മദറിൻ്റെ സിസ്റ്റർ, അവരുടെയൊക്കെ പേര് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫാദറിനെ കുറിച്ച് കൊടുക്കുമ്പോൾ ഫാദറിൻ്റെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ടാവും, ഫാദറിൻ്റെ മദറും മരണപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ SIR ലിസ്റ്റിൽ അവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് കൊടുക്കുമ്പോൾ 1987 മുമ്പ് ജനിച്ച ജനന സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഇയറിങ്ങിൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട ആ ഒരു ചെറിയൊരു ഇത് വരും. അത് ചെറിയൊരു പ്രശ്നം, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെ കൊടുക്കാം. അതിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മദറിൻ്റെ സിസ്റ്ററോ ഇല്ലെങ്കിൽ ബ്രദറോ, ഇല്ലെങ്കിൽ ഫാദറിൻ്റെ സിസ്റ്ററോ ഫാദറിൻ്റെ ബ്രദറോ, ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുവിവരങ്ങളാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങൾ, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള രേഖകളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏതാണ് നമ്മൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് അവസാനം ആവശ്യം വന്നാൽ രേഖ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾക്ക് ഏതാണ് നമ്മൾക്ക് ഹാജരാക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഡോക്യുമെൻസിന് അനുസരിച്ചിട്ടുള്ള ബന്ധങ്ങളുടെ വിവരങ്ങളാണ് അതിൽ കൊടുക്കേണ്ടത്. അതും വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. പിന്നെ വേറൊരു സംശയങ്ങൾ, അത് വ്യാപകമായിട്ടുണ്ട്, ഒരു അച്ചടി പിശകാണ്. അച്ചടി പിശകിലൂടെ ഈ വോട്ടർ ലിസ്റ്റിൽ 2002 അച്ചടി പിശകിലൂടെ വരുന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ നമ്മളെ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് എൻ്റെ മദറിൻ്റെ പേരിന് നേരെ മുമ്പിൽ എൻ്റെ പേര് ആദ്യം ഉണ്ടാവും, പിന്നെ എൻ്റെ ബന്ധുവിൻ്റെ പേര് മദർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ആരെന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ആരെന്ന് എന്നതിൽ എന്നിട്ട് എൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ പേരാണ് കൊടുത്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, എൻ്റെ മദർ, അതേപോലെ അതിന് നേരെ എൻ്റെ മദറിൻ്റെ ബന്ധുവിൻ്റെ പേര് ഫാദറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോളത്തിൽ ബാ എന്നുണ്ടാവും. ഭർത്താവ് അവിടെ കൊടുക്കേണ്ടത് പിതാവ്, മദറിൻ്റെ പിതാവാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, പിതാവിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരുപാട് അച്ചടി പിശക് മൂലം സംഭവിച്ചതിന് അതിനൊരു പ്രധാനപ്പെട്ട അത് വരാനുള്ള ഒരു കാരണം, പഴയ വോട്ടർ ലിസ്റ്റിലൊക്കെ നമ്മുടെ ഇതുപോലെ അച്ഛൻ്റെ, അതുപോലെ സ്ലാഷ് അമ്മയുടെ, സ്ലാഷ് ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞ് സ്ലാഷ് കൊടുത്ത് അതിലൊന്നും കൂടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല, ഏതെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ സെലക്ട് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് വന്ന അച്ചടി പിശകിൽ വന്ന സംഭവങ്ങളാണ് ഈ ബ, പി, മ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് വരാനുള്ള പ്രധാന കാരണങ്ങൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SIR ഫോം ഫില്ല് ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, അത് പലർക്കും, എൻ്റെ കുടുംബത്തിൽ അടക്കം ഉള്ള ആളുകൾക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബ കൊടുക്കേണ്ടടുത്ത് പീന്ന് കൊടുത്തിട്ടുണ്ടാവും, പീന്ന് കൊടുക്കേണ്ട സ്ഥലത്ത് മാന്ന് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ അച്ചടി പിശകിൽ അന്ന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴുണ്ടാകുന്ന അച്ചടി പിശകിൽ സംഭവിച്ച, അതിൽ അവർ എൻട്രി ചെയ്യുമ്പോൾ സംഭവിച്ച പിശകാണ്. അത് വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട സംഭവങ്ങളൊന്നുമല്ല. അതൊക്കെ വളരെ ആ സമയത്ത് ക്ലിയർ ആകുന്ന സംഭവങ്ങളാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള രേഖകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിൽ അച്ചടി പിശകാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വീഴ്ചകൾ മാത്രമായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സംശയങ്ങളാണ് പൊതുവായിട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉള്ളതും, അതേപോലെ കമൻസിൽ ചോദിച്ചതും അനുഭവങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നതുമായിട്ടുള്ള സംശയങ്ങൾ. ഇതിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കമൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനുള്ള ഉത്തരങ്ങളായിട്ട് നൽകാം. ഇതിൽ ചോദിച്ചിട്ടുള്ളത്, SIRൽ പേര് ചേർക്കാൻ വോട്ടേഴ്സ് ID നിർബന്ധമാണോ എന്ന്. അത്തരം ഒരു കാര്യമുണ്ടോ? വോട്ടേഴ്സ് ID നിർബന്ധമാണോ എന്നുള്ള ഒരു സംശയമാണ്. SIR ലിസ്റ്റിൽ വോട്ട് ചേർക്കാൻ വോട്ടർ ID നിർബന്ധമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, SIR ലിസ്റ്റിൽ പേര് ചേർക്കാൻ 2002 SIR ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. വോട്ടർ ID അന്നത്തതും ഇന്നത്തതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അന്ന് KL-02 അങ്ങനെയൊക്കെ അതിൻ്റെ എപ്പിക് നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അതിന് വോട്ടർ ID-ക്ക് പ്രസക്തിയില്ല, ID-ക്ക് പ്രസക്തിയില്ല. രേഖകളും അതേപോലെ ബന്ധുവിൻ്റെ വിവരങ്ങളും SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. 2002 ഞാൻ ലിസ്റ്റിലില്ല, മാതാവ് ലിസ്റ്റിലുണ്ട്. പക്ഷെ മാതാവിൻ്റെ ബന്ധുവിൻ്റെ പേര് ഭർത്താവിൻ്റെതാണുള്ളത്, അത് പറ്റുമോ? പിന്നെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുമുണ്ട്, സഹോദരങ്ങൾ ബന്ധുവിൻ്റെ ലിസ്റ്റിൽ വരില്ല എന്നും കേട്ടു.
റീപ്ലൈ തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അതായത് 2002 ലിസ്റ്റിൽ ഞാനില്ല, മാതാവ് ലിസ്റ്റിലുണ്ട്, പക്ഷെ മാതാവിന്റെ ബന്ധുവിന്റെ പേര് ഭർത്താവിൻ്റെതാണ് ഉള്ളത്. അത് പറ്റുമോ എന്നുള്ളതാണ്. അവർക്ക് മൂന്നാമത്തെ കോളാണ് ബാധകം. ഈ പറഞ്ഞ വ്യക്തിക്ക് ഓക്കെ. ഇപ്പൊ പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ 2025 ആ വ്യക്തിക്ക് വോട്ട് ഉണ്ടെങ്കിൽ SIR ലിസ്റ്റിൽ ഇല്ലെങ്കിലും മാതാവിന്റെ പേരുണ്ടെങ്കിൽ ആ മാതാവിന്റെ വിവരങ്ങൾ വെച്ചിട്ട് കൊടുക്കാം. മാതാവിന്റെ പേരുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ മാതാവിന്റെ ബന്ധുവിന്റെ വിവരങ്ങൾ തന്നെയാണ് അതിൽ കൊടുക്കേണ്ടത്. അത് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ വേറൊന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കാമെന്നാണ്. 2002 എൻ്റെ ഫാമിലിയുടെ ആരുടെ പേരും ഇല്ല, എന്തു ചെയ്യും? 2002 എല്ലാവരും വോട്ട് ചെയ്തവർ ആണ് എന്നാണ് പറയുന്നത്. എങ്കിൽ 2002 ലിസ്റ്റിൽ SIR ലിസ്റ്റിൽ നിങ്ങളെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ, നേരത്തെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് അവിടെ മുൻ MLA ആയിരുന്ന ഷുക്കൂർ എന്ന കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും ഈ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുക എന്നത് മാത്രമാണ് ഇപ്പോൾ. നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ SIR ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ 2002 2025 ലിസ്റ്റിലും നിങ്ങൾ ഇടം പിടിച്ചാൽ മാത്രമേ 2002 SIRൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങളുടെ ഫോം ലഭിക്കുകയുള്ളൂ, ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി 2002 വോട്ടറുടെ പിതാവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ പേരാണുള്ളത്, അത് അതേപടി രണ്ടാം കോളത്തിൽ ചേർക്കണോ? അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതല്ല, അവർ പറഞ്ഞത് പിതാവിന്റെ സ്ഥാനത്ത് ഭർത്താവിൻ്റെതാണുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് പിതാവിന് പകരം ഭർത്താവിന്റെ പേര് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. SIR ലിസ്റ്റിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നതാണ്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ID കാർഡ് തമ്മിൽ അക്ഷരം ഇംഗ്ലീഷ് സ്പെല്ലിംഗ് തെറ്റുകൾ ചിലയിടത്തുണ്ട്, പ്രശ്നമാവുമോ? എങ്ങനെ? സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ID കാർഡ് തമ്മിൽ അക്ഷര പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിലാവുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പലയിടത്തായിട്ടുണ്ട്, അത് പ്രശ്നമാവുമോ എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രശ്നമില്ല. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷനിൽ ഇനീഷ്യലൊക്കെ ഉണ്ടാവും. നേരെ മറിച്ചിട്ട് SIR ലിസ്റ്റിൽ ഇനീഷ്യലൊന്നും ഉണ്ടാവില്ല, ആ പേരുകൾ മാത്രം ഉണ്ടാവും. ആ ബന്ധുവിന്റെ വിവരങ്ങൾ അതുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഇതാണ് വലിയ പ്രശ്നങ്ങൾ. അത് വ്യാപകമായിട്ടുണ്ടെന്ന് എല്ലാവരും പിന്നെ ഈ രേഖകളിലും കാണപ്പെടുന്ന സംഭവങ്ങളാണ്. എൻ്റെ ID കാർഡിൽ ഹസ്ബൻഡിന്റെ അഡ്രസ്സാണ്, അപ്പോൾ എന്ത് ചെയ്യും? അതായത് എൻ്റെ ID കാർഡിൽ ഹസ്ബൻഡിന്റെ അഡ്രസ്സ് മാറിയ വിഷയമായിരിക്കും. ID കാർഡിൽ ആരുടെ അഡ്രസ്സ് എന്നതിൽ ഒരു പ്രസക്തിയുമില്ല. കാരണം നമുക്കൊരു ഫോം വന്നു കഴിഞ്ഞാൽ ആ ID കാർഡിനനുസരിച്ചിട്ട് ആ ഫോം വരും. പിന്നെ നമ്മൾക്ക് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ആ നിലവിലെ രേഖകളിൽ എങ്ങനെയാണ് ഉള്ളത്? ഇപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ആധാർ കാർഡ് നമ്പർ, അവരുടെയൊക്കെ ആധാർ കാർഡ് നമ്പർ, ഫോൺ നമ്പർ, അവരുടെ മാതാവ് പിതാവിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഹസ്ബൻഡിൻ്റെ പിന്നെ ഡേറ്റോ ഇല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങളെ കുറിച്ചിട്ടോ അതൊന്നുമില്ല. അത് പിന്നീട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റണമെങ്കിൽ പിന്നീട് ഈ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം പിന്നെ ഫോം 6 നേരത്തെ പറഞ്ഞിരുന്നു, ഫോം 6, ഫോം 7, ഫോം 8 അതിലൊക്കെ വരുന്നതാണ്. അതിൽ ഫോം 8 വരുന്നത്, ഫോം 8 വരുന്നത് ട്രാൻസ്ഫർ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ മാറ്റങ്ങൾ, അതൊക്കെ പിന്നീട് മാറ്റം വരുന്നത്. ഇപ്പം നമ്മൾക്ക് SIR ലിസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് സമർപ്പിക്കേണ്ടത്. 2002 SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മറ്റുള്ള മാറ്റങ്ങൾക്കൊക്കെ കരട് വന്നതിന് ശേഷമാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. 2002 പട്ടികയിൽ എൻ്റെ ഉമ്മയുടെ ബന്ധുവിൻ്റെ എൻ്റെ ഉപ്പയുടെ പേരിൻ്റെ കൂടെ പിതാവ് എന്ന് തെറ്റിയിട്ടുണ്ട് എഴുതിയിരിക്കുന്നത്. ബ എന്നതിന് പകരം P എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും ഞങ്ങൾ എങ്ങനെ ഫിൽ ചെയ്യും? നേരത്തെ പറഞ്ഞു. ഇത് പൊതുവേ ആയിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു സംശയങ്ങളാണ്. അനുഭവങ്ങളിലൂടെ ഒരുപാട് ഫോം ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ്. ബ, പി, മ അതൊക്കെ അക്ഷരപ്പിശകാണ്, അച്ചടി പിശകാണ്. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് മലയാളത്തിലും ഫില്ല് ചെയ്യുക, ഇംഗ്ലീഷിലും ഫില്ല് ചെയ്യുക. കാരണം നമ്മൾക്ക് ID, പാസ്പോർട്ട് അതിലൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ കൂടുതലും ഇംഗ്ലീഷിലാണ് വരുന്നത്. അതേപോലെ SIR ലിസ്റ്റിൽ കൂടുതലും മലയാളത്തിലാണ് വരുന്നത്. അത് നമ്മൾക്ക് എങ്ങനെയും ഫില്ല് ചെയ്യാം. പക്ഷേ ആ സ്പെല്ലിങ് എഴുതുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മാച്ച് ആവണമെന്ന് മാത്രം. ഇപ്പോൾ സ എന്നത് മലയാളത്തിൽ സ എന്നായിരിക്കും, ഇല്ലെങ്കിൽ ജ എന്നായിരിക്കും. അപ്പോൾ അത് രണ്ടും മാച്ചാണ്. ആ രീതിയിൽ കൊടുത്താൽ മതി.
അത് ഏതായെങ്കിലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഏതായിരുന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാണ് അതിനുള്ള ഉത്തരം. നിലവിലെ വോട്ടർ ഐ ഡിയിൽ തെറ്റുള്ളവർ എങ്ങനെയാണ് SIR ഫോം ഫിൽ ചെയ്യേണ്ടത്? അത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണെന്ന് തോന്നുന്നു അല്ലെ? നിലവിൽ വോട്ടർ ഐ ഡിയിൽ തെറ്റുള്ളവർ എങ്ങനെയാണ് SIR ഫോമിൽ ഫിൽ ചെയ്യുക? അപ്പോൾ അത് തെറ്റുകളൊക്കെ തിരുത്താനുള്ള അവസരങ്ങൾ വരുന്നത് പിന്നീടാണ്. നിലവിൽ SIR ഫോമിൽ അത്തരം തെറ്റ് തിരുത്താനുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. 2002 ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ ID കാർഡ് നമ്പർ ഇല്ല. സെക്ഷൻ കോഡ് എന്ന സ്ഥലത്ത് നമ്പർ ഇല്ല. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. എന്തൊക്കെ കോളങ്ങൾ പൂരിപ്പിച്ചിരിക്കണം? എനിക്ക് തോന്നുന്നത് 2002 ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ ID കാർഡ് നമ്പർ ഇല്ല. നമ്പർ ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ഇല്ല. അത് നിർബന്ധമല്ല. എപ്പിക് നമ്പർ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതില്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കും. 2002 ലിസ്റ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്? 2002 ലിസ്റ്റിന്റെ ലിങ്ക് ഓൾറെഡി സർക്കാർ പ്രസിദ്ധീകരിച്ചതാണ്. ആ ലിസ്റ്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് മേലെ ആദ്യം ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യുക, ആ ജില്ലയിൽ ഏത് മണ്ഡലം എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എല്ലാ ലിസ്റ്റും ആ ജില്ലയിലുള്ള എല്ലാ മണ്ഡലത്തിലെ ലിസ്റ്റുകളും വരും. എന്നിട്ട് നമ്മൾ ഏത് മണ്ഡലത്തിലാണ് ഉള്ളത്, ഏത് ഭാഗം നമ്പറിലാണ് നമ്മൾ അന്ന് വോട്ട് ഇട്ടത് എന്ന് പരിശോധിച്ചിട്ട് അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ പറ്റും. അത് ഫോം 6 എങ്ങനെ പൂരിപ്പിക്കാം? നിലവിൽ ഫോം 6 ഇവിടെ BLOമാർ നൽകുന്നതിൽ ഫോം 6 ഇല്ല. ഫോം 6മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് കരടിന് ശേഷമാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നാട്ടിലില്ലാത്ത പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ ഭർത്താവിനെ 2002 വോട്ട് ലിസ്റ്റിൽ ഇല്ല, ഭാര്യക്കുണ്ട്. അപ്പോൾ ഭർത്താവിന് വേണ്ടി ഭാര്യ ഫോം ഫിൽ ഒപ്പിട്ട് ചെയ്ത് കൊടുക്കാമോ എന്നാണ്. ഇല്ല, ഭർത്താവിന് അതായത് ഭർത്താവിന് 2002 വോട്ട് ലിസ്റ്റിൽ പേരില്ല, ഭാര്യക്കുണ്ട്. അപ്പോൾ ഭർത്താവ് ചെയ്യേണ്ടത് ഭർത്താവിന്റെ ഫാദറിനും മദറിനും 2002 വോട്ടർ SIR ലിസ്റ്റിൽ ഉണ്ടോ എന്നതാണ് നോക്കേണ്ടത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഭാര്യൻ്റെതല്ല വെച്ചിട്ട് ചെയ്യേണ്ടത്. ഭാര്യന്റെ ഉണ്ടെങ്കിൽ അതല്ല ചെയ്യേണ്ടത് ഭർത്താവിന്റെയും അതേപോലെ ഫാദറിന്റെയും മദറിന്റെയും ബന്ധുരേഖകൾ വെച്ചിട്ടാണ് അവർ ചെയ്യേണ്ടത്. അതായത് ഭർത്താവിന്റെ ഫാദറിന്റെ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഇപ്പോഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ്. മറ്റൊന്ന്, എൻ്റെ അളിയാക്ക് കർണാടകയിലാണ് 2002 ലിസ്റ്റുള്ളത്. പക്ഷെ 2003 മുതൽ ഇന്ന് വരെ അളിയാക്ക് കേരളത്തിൽ സ്ഥിരതാമസമാണ്. പിന്നീട് ഇവിടെ അഡ്രസ്സിന്റെ ആധാർ, പാസ്പോർട്ട്, വോട്ടർ ID ഒക്കെയാണ്. 2025 ലിസ്റ്റ് ഇവിടെയാണ് അളിയാക്ക. ഈ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത്? ആ വ്യക്തി 2002 SIR ലിസ്റ്റിൽ ഏത് സ്ഥലങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അത് പ്രകാരം തന്നെയാണ് ഫിൽ ചെയ്യേണ്ടത്. എൻ്റെ ഉമ്മയും ഉപ്പയും 2002 മുമ്പേ മരിച്ചവരാണ്. അപ്പോൾ ആരുടെ പേര് കൊടുക്കും? ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞ് തരാമോ? അതായത് ഭർത്താവ് ഇല്ല എന്ന് തോന്നുന്നു. ഉപ്പയും ഉമ്മയും 2002 മുമ്പേ മരിച്ചവരാണ്. മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് 2002 മുമ്പേ മരണപ്പെട്ടു. അപ്പൊ പിന്നെ രണ്ടാമത് ഭർത്താവിന്റെ ഒന്നെങ്കിൽ ഗ്രാൻഡ് ഫാദർ, അത് നേരത്തെ പറഞ്ഞിരുന്നു, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, പിന്നെ ഭർത്താവിന്റെ നിങ്ങളെ സഹോദരന്, സഹോദരി, അതൊക്കെ അതിൽ പരിഗണിക്കാൻ പറ്റും. 2002 2025 പേരില്ല. 2002 ഉമ്മയും ഉപ്പയും ഉണ്ട്. അത് ചോദ്യം ഒന്നും വ്യക്തമായില്ല. 2002 2025 പേരില്ലെങ്കിൽ പിന്നെ അവർക്ക് SIR ഇതാവില്ലല്ലോ, ഇനി പുതുതായിട്ട് അപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണെന്ന് തോന്നുന്നു. 2002 പേരില്ലാതിരിക്കുകയും 2005 പേരുള്ളവരും മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കുമ്പോൾ ബന്ധം എന്ന സ്ഥലത്ത് 2002 പേരുള്ള വ്യക്തിയുമായി വോട്ടർക്കുള്ള ബന്ധമാണ് എഴുതേണ്ടത്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഇല്ല. അത് ആദ്യം പറഞ്ഞിരുന്നു. BLOമാർക്കും മറ്റുള്ള പല ആളുകൾക്കുമുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് ബന്ധുവിന്റെ രേഖ. ആ ബന്ധുവിന്റെ SIR ലിസ്റ്റിലുള്ള ബന്ധുവിന്റെ ആ ബന്ധങ്ങളാണോ എഴുതേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ പേര് ആദ്യം എഴുതി പിന്നീട് അവരുമായിട്ടുള്ള ബന്ധങ്ങളാണ്? അല്ല, SIR ലിസ്റ്റിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ്, ബന്ധു വിവരങ്ങളാണ് അതിൽ എഴുതേണ്ടത്. അതിൽ എങ്ങനെയാണോ ബന്ധുവിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഇതിൽ അടുത്തത്, സുഹൃത്തെ, വോട്ടർ ID കൊണ്ട് വോട്ട് ചെയ്യാനല്ലാതെ വേറെ ഒരു ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ഓരോ പൗരനും ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചു തന്ന വോട്ടർ ID ഉണ്ടായിരിക്കെ വേറെ തെളിവ് ഹാജരാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒന്നാമതായി 2002 മുമ്പേ വോട്ടർ ID ലഭിച്ചവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കൽ നിർബന്ധമല്ലേ? എന്നിരിക്കെ ഭൂരിഭാഗം ആളുകളുടെയും ലിസ്റ്റിൽ പേര് കാണുന്നില്ല. അതിനുള്ള നിയമ നടപടി എന്താണ്? ഇത് പരാതിയുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കുക എന്നുള്ളതാണ് അതിലുള്ള നിയമ നടപടി എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട നിയമപ്രക്രിയകളാണ്. അതുമല്ലെങ്കിൽ മറ്റുള്ള നിയമ സംവിധാനങ്ങൾ, കോടതികൾ, അത്തരം കാര്യങ്ങളാണ്.
പിന്നെ ഈ വോട്ടർ ഐ ഡി കൊണ്ട് വോട്ടിടാനല്ല ചോദ്യം പ്രസക്തമാണ്. പ്രസക്തമാണ്, ചോദ്യങ്ങൾ പ്രസക്തമാണ്. പക്ഷേ 2002 മുമ്പ് വോട്ടർ ഐ ഡി ലഭിച്ചവരാണ്, പക്ഷേ ലിസ്റ്റിൽ പേരില്ല, അന്നത്തെ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ, അന്ന് വോട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ സമീപിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളെ നിലവിൽ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. ഈ SIRന്റെ ഈ ഫോമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. മരിച്ച ഉപ്പാന്റെ രേഖ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കൊടുക്കാലോ, കാരണം SIR ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരുടെയും ഫാദർ ഇല്ലെങ്കിൽ മദർ മരണപ്പെട്ട വ്യക്തിയാവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ SIR ലിസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. അവർക്ക് രേഖ ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ അത് നൽകാം. അത് പിന്നീട് ഹിയറിങ്ങിന്റെ സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ അത് വലിയ വിഷയമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. എൻ്റെ 2002 വോട്ടർ ലിസ്റ്റിൽ എപ്പിക് നമ്പറും 2001 ഞാനെടുത്ത തിരിച്ചൽ കാർഡിലെ എപ്പിക് നമ്പറും വ്യത്യാസമുണ്ട്. 2002 വോട്ടർ ലിസ്റ്റിലുള്ള എപ്പിക് നമ്പർ എന്യൂമറേഷൻ ഫോറമിൽ ചേർക്കാമോ? അത് ആദ്യം ഞാൻ പറഞ്ഞ സംശയങ്ങളാണ്, എപ്പിക് നമ്പറിലുള്ള വ്യത്യാസങ്ങൾ. കാരണം അന്നത്തതും ഇന്നത്തെ എപ്പിക് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അന്ന് EJWK അതേപോലെ ZII അതുപോലുള്ള എപ്പിക് നമ്പർ ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇന്ന് നിലവിൽ എപ്പിക് നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഫോം വരുന്നത്. അത് നമ്മൾക്ക് എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൊടുക്കേണ്ടി വരുന്നത് ഫാദറിന്റെ, മദറിന്റെ, ഭാര്യയുടെ, പങ്കാളിയുടെ എപ്പിക് നമ്പർ, നിലവിലെ എപ്പിക് നമ്പർ കൊടുക്കുക. SIR ലിസ്റ്റിൽ ഏത് എപ്പിക് നമ്പറാണോ ഉള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. 1953 ജനിച്ചവർ എന്ത് ചെയ്യണം? 53 ജനിച്ചവർ ഇവ നിലവിൽ 2002 വോട്ടർ ലിസ്റ്റിലും 2025 വോട്ടർ ലിസ്റ്റിലും ഉണ്ടെങ്കിൽ അവർ SIR ലിസ്റ്റിൽ 2002 ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അവർക്ക് ആ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി. പിന്നീട് രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ 2002 2025 വോട്ടർ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടാതെ SIR ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പുതിയതായിട്ട് വോട്ട് ചേർക്കേണ്ടി വരും. 1953 70 വയസ്സോളം പ്രായമുള്ള ആളായിരിക്കും. അവർ ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷമായി ഞങ്ങൾ താമസം മാറിയിട്ട് അതേ നിയോജക മണ്ഡലത്തിലാണ്, പക്ഷെ പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. എൻ്റെ പേര് പുതിയ സ്ഥലത്തും ഹസ്ബൻഡിന്റെ പേര് പഴയ സ്ഥലത്തുമാണ്. ഇനി എന്താണ് ചെയ്യുക? എന്തുമില്ല, നമ്മൾക്ക് SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നോക്കേണ്ടത്. അത് ഏത് മണ്ഡലത്തിലാണ്, ഏത് പിന്നെ സ്ഥലത്താണുള്ളത്. ഇപ്പം ഭാര്യൻ്റെ ആണെങ്കിൽ ആ ഭാര്യൻ്റെ ഫാദറും മദറും പിന്നെ താമസിക്കുന്ന ആ 2002 താമസിച്ച സ്ഥലങ്ങളുടെ രേഖകൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പിന്നെ ഫാദറും മദറും പിന്നെ താമസിക്കുന്ന രേഖകൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഭർത്താവിന് SIR ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഭാര്യയെ അതിൽ ബന്ധു രേഖയായിട്ട് കൊടുക്കാം. അതായത് പഞ്ചായത്തും നിയോജക മണ്ഡലവും പ്രശ്നമല്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എനിക്ക് പ്രായം 65. ആധാർ കാർഡിൽ മുഹമ്മദ് റഫീഖ് ആയിരുന്നു. NRC സമയത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പേര് മുഹമ്മദ്, അതുകൊണ്ട് 2014 മുഹമ്മദ് റഫീഖ് എന്നുള്ളത് തിരുത്തി മുഹമ്മദ് എന്ന് ചെയ്തു. എൻ്റെ ഇലക്ഷൻ ID മുഹമ്മദ് റഫീഖ് എന്നാണ്, പുതിയ ആധാർ കാർഡിൽ മുഹമ്മദ് എന്നാണ്. ഞാൻ ഏതാണ് പൂരിപ്പിക്കേണ്ടത്? 2014 മുമ്പ് വോട്ട് ചെയ്തത് ഞാൻ കുമ്പള വാടക വീട്ടിൽ താമസിക്കുമ്പോൾ. ഞാൻ ആധാർ കാർഡിൽ പേര് തിരുത്തിയതിനു ശേഷം താമസം കാഞ്ഞങ്ങാടിലാണ്. കാഞ്ഞങ്ങാടിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വോട്ടർ ലിസ്റ്റ് കുമ്പളയിലാണോ കാഞ്ഞങ്ങാടിലാണോ? അതായത് ഇതിൽ പ്രായമുള്ള ആളാണ്, 65 വയസ്സായി. അപ്പോൾ അതിൽ ID തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആധാർ കാർഡിലും അതുപോലെ തന്നെ മറ്റുള്ള ഐഡൻറ്റി കാർഡിലും. പക്ഷേ ഈ പേരുകൾ വ്യത്യാസമുള്ളത് തിരുത്താനുള്ള അവസരമല്ല ഇത്. ഇപ്പോൾ 2002 SIR ലിസ്റ്റിലും 2025 SIR ലിസ്റ്റിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ID കാർഡ് നമ്പർ ബന്ധപ്പെട്ട സൈറ്റിൽ അടിച്ചു കൊടുത്താൽ അതിൽ നിങ്ങൾ നിലവിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ബൂത്ത് ഏതാണെന്ന് കാണിക്കും. ആ ബൂത്തിലെ BLOയുടെ നമ്പർ അതിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ഫോം അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ BLOയെ ബന്ധപ്പെടുക. അത് ആ സൈറ്റിൽ പോയി പരിശോധിച്ചാൽ മാത്രമാണ്. അവിടെ ആരെങ്കിലും വോളണ്ടിയർ സേവനം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളുമായോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായോ നിങ്ങൾ ബന്ധപ്പെടുക എന്നതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. 2002 എൻ്റെ പേരില്ല, ഉമ്മയുടെയും വാപ്പയുടെയും പേരില്ല, ഭാര്യയുടെ പേരുണ്ട്. എനിക്ക് 69 വയസ്സുണ്ട്. എന്ത് ചെയ്യണം? 2002 എൻ്റെ പേരില്ല, ഉമ്മയുടെയും വാപ്പയുടെയും പേരില്ല, ഭാര്യയുടെ പേരുണ്ട്, എനിക്ക് 69 വയസ്സുണ്ട്. എന്ത് ചെയ്യണം? ആ ഭർത്താവ് അവരുടെ ഒന്നെങ്കിൽ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ രേഖ വെച്ചിട്ട് കൊടുക്കാം. അതായത് ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ പേര് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ നിലവിലുള്ള ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടിരിക്കണം. ഈ വ്യക്തികളെ കൊടുക്കുന്ന സമയത്തിൽ ഒന്നെങ്കിൽ ബ്രദറോ ഇല്ലെങ്കിൽ സിസ്റ്ററോ ഇല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ബന്ധുരേഖകൾ വെച്ചിട്ട് കൊടുക്കാം. എൻ്റെ നിലവിലുള്ള ID കാർഡിൽ നെയിം റോങ് ആണ്.
അത് വിഷയമുള്ള, അത് പിന്നീട് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. തെറ്റ് തിരുത്താനുള്ള അവസരത്തിൽ 2002 പേരുണ്ട്, 2005 പേരില്ല, ഫോം തന്നില്ല, എന്ത് ചെയ്യണം? 2002 2025 പേരുണ്ടെങ്കിൽ മാത്രമാണ് ഈ SAR ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. 2002 മാത്രം പേരുള്ളത് കൊണ്ട് SAR ലിസ്റ്റിൽ അവർക്ക് അതല്ല, അത് പല ആളുകൾക്കും സംശയമുള്ള 2002 പേരുണ്ട്, ഇപ്പൊ എനിക്ക് പേപ്പർ കിട്ടിയില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് കരട് പട്ടിക വന്നതിന് ശേഷം പുതിയ ഇപ്പൊ നിലവിൽ വോട്ട് ചേർക്കാനുള്ള അവസരങ്ങൾ വരുന്നത്. മനസ്സിലായില്ല? ഫോം 6 ഫോം 6 ഉപയോഗിച്ച് പിന്നീട് ചെയ്യാവുന്നതാണ്, പേര് ചേർക്കാവുന്നതാണ്. 2002 നെയിമിൽ ഇല്ല, ബന്ധുവിന്റെ വിവരവും ഇല്ല, മൂന്നാമത്തെ ഫോം എങ്ങനെ ഫിൽ ചെയ്യണം? മൂന്നാമത്തെ കോളം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. 2002 പേരില്ല, ബന്ധുവിന്റെ വിവരവും ഇല്ല, മൂന്നാമത്തെ ഫോം എങ്ങനെ ഫിൽ ചെയ്യണം? ചോദ്യം വ്യക്തമല്ല. ആരെ പേരില്ല? മൂന്നാമത്തെ കോളം ഒഴിച്ചിടുക, മേലെ മാത്രം പൂരിപ്പിക്കുക, ഇയറിന് കയ്യിലുള്ള രേഖകൾ കൊണ്ടുപോകുക. ഇത് ഒരു ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. 2002 പേരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആരെ പേരാണില്ല എന്ന് 2002 ഇയാളെ പേരായിരിക്കും ഉദ്ദേശിച്ചത്. ഇയാളെ പേരില്ലെങ്കിൽ പിന്നെ ഇയാളെ പേരുമില്ല, ബന്ധുവിന്റെ പേരുമില്ല എങ്കിൽ പുതുതായിട്ട് അവർക്ക് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ട് അദ്ദേഹം പറയാം. അതാണ് ചോദ്യം വ്യക്തമല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഉണ്ട് എന്നാണ് എനിക്ക് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഉണ്ട്, അപ്പോൾ ഇല്ല എങ്കിൽ നമ്മൾക്ക് അവർക്ക് മാച്ച് ചെയ്യുന്ന ഏത് ബന്ധു ഇല്ലെങ്കിലും, അതിനുള്ള ബ്രദറോ സിസ്റ്ററോ ഇല്ലെങ്കിൽ, ആരും ഇല്ലെങ്കിൽ അത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരും. കാരണം നമ്മൾക്ക് പല രേഖകളും ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ ആ സമയത്ത് ഹിയറിങ്ങിൻ്റെ സമയത്ത് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏത് രേഖകളാണോ അവർ ആവശ്യപ്പെടുന്നത് ആ രേഖകൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമായിട്ടും 1987 മുമ്പുള്ള പിന്നെ ഫാദറിൻ്റെ പേരേ ഇല്ല, അതുകൊണ്ട് നമ്മൾക്ക് ഏത് രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് വഴിമാറും. അതായത് നമ്മളിപ്പോൾ അപേക്ഷ കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹിയറിങ്ങിനെ അവർ വിളിപ്പിക്കും, ആ സമയത്ത് ഹാജരാവുക, ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുക. അപ്പോഴെന്താണോ അവർ ആവശ്യപ്പെടുന്നത് ആ കാര്യം നൽകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ഓഫീസേഴ്സിനെ ബന്ധപ്പെടുക എന്നതാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. 2002 പേരുള്ള 2025 പേരില്ലാത്തവർ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ടോ? അതായത് 2002 പേരുണ്ട്, 2025 പേരില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഫോം കിട്ടാനുള്ള സാധ്യത പിന്നീട് അതെ, കരട് വന്നതിന് ശേഷം ഫോം 6 പേര് ചേർക്കേണ്ടത്. അടുത്തത്, എൻ്റെ ഭാര്യയെ 2002 ബന്ധുവായി ഭർത്താവ് എൻ്റെ പേരാണ് ചേർത്തിട്ടുള്ളത്, പിതാവായിട്ടാണ് ഭർത്താവായി എന്നെ ചേർത്തിയത്, വല്ല തിരുത്തലും പറ്റുമോ? അത് നേരത്തെ പറഞ്ഞ ഈ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ? അതായത് ഈ നേരത്തെയുള്ള ഐഡന്റിറ്റി കാർഡിൽ 3 കോളം ഉണ്ടല്ലോ, ഭർത്താവ്, മാതാവ്, പിതാവ്, അതില് വന്ന പ്രശ്നമായിരിക്കും. അതില് ചൂസ് ചെയ്യാത്തതിനുള്ള പ്രശ്നങ്ങളാണ് അതിൽ വരുന്നത്. അച്ചടി പിശകില്ലെങ്കിൽ ഓഫീസർമാർ അന്ന് എൻട്രി ചെയ്യുന്ന ഓഫീസർമാർക്ക് കൃത്യമായിട്ട് വ്യക്തത വരാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എൻട്രി ചെയ്തിട്ടുള്ളത്. 2002 2025 ഇല്ല, ഇപ്പോഴും പ്രവാസിയായിട്ടാണ്, നാട്ടിലില്ല, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അയാൾ, എനിക്ക് തോന്നുന്നത് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടുണ്ടാവില്ല, വോട്ട് ചെയ്താനുള്ള സാധ്യത ഉണ്ടാവില്ല, പലപ്പോഴും വിദേശത്തായിരിക്കും. ഇനിയുള്ള അവസരത്തിൽ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുക, അപേക്ഷ കൊടുത്തിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. 1987 മുമ്പുള്ളവരുടെ ഇയർ ഓഫ് ബർത്ത് മാത്രം മതിയാകുമോ? കറക്റ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ 87 മുമ്പ് ഉള്ള ആളുകൾ രേഖകൾ സമർപ്പിക്കേണ്ടി വന്നാൽ അവരുടെ ജനിച്ച സ്ഥലവും ജനിച്ച തീയതിയും വ്യക്തമാകുന്ന രേഖ സമർപ്പിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന ഈ 12 രേഖകൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ജനിച്ച സ്ഥലവും ജനിച്ച തീയതിയും വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണമെന്നാണ്. അത് ഹിയറിങ്ങിന്റെ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. പിന്നെ 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ 2025 വോട്ടർ ലിസ്റ്റിൽ പേരില്ല. 2025 ഇങ്ങനെ പേര് ചേർക്കാൻ നമുക്ക് ലിബറേഷൻ ഫോം കിട്ടാൻ സാധ്യതയുണ്ട്, ഉദ്യോഗസ്ഥൻ വന്നില്ലെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടാകുമോ എന്നാണ്. അപ്പോൾ 2002 വോട്ടുണ്ട്, 2025 വോട്ടില്ല, അതുകൊണ്ട് എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ കരട് വന്നതിന് ശേഷം അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴല്ല, അത് ഡിസംബറിലെ കരട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ്. പൂരിപ്പിക്കുമ്പോൾ ഇനീഷ്യൽ എഴുതിയാൽ റിജക്റ്റ് ചെയ്യുമോ?
ചോദ്യം വ്യക്തമല്ലേ, എവിടെ പൂരിപ്പിക്കുമ്പോൾ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇനീഷ്യലോ മറ്റോ അഡീഷണൽ ആയി കൊടുത്താൽ ഇതിൽ രേഖയിൽ ഉണ്ടാവില്ല, അത് പ്രശ്നമാകുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. അത് വലിയ വിഷയമാക്കേണ്ട കാര്യമാണ് ഇനീഷ്യലിൽ. ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ഇനിഷ്യലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയും ഇവിടെയും എങ്ങനെ ഇനിഷ്യൽ കൊടുക്കാം. കാരണം ആദ്യത്തെ പേഴ്സണൽ ഇൻഫർമേഷനിൽ ഇനിഷ്യലൊക്കെ ഉള്ളതായിരിക്കും. SCR ലിസ്റ്റിലാണെങ്കിൽ ഇനിഷ്യൽ ഉണ്ടാവില്ല. അപ്പോൾ SCR ലിസ്റ്റിൽ ഇനിഷ്യൽ ഇല്ലെങ്കിൽ ഉള്ളതുപോലെ കൊടുക്കുക. മേലെ പേഴ്സണൽ ഇൻഫർമേഷനിൽ ഇനിഷ്യൽ ഓൾറെഡി ഉള്ള രീതിയിലായിരിക്കും വന്നിട്ടുള്ളത്, ഏത് പേപ്പർ എന്യൂമറേഷൻ ഫോറം. അപ്പോൾ അതിൽ നിങ്ങൾ പേര് കൊടുക്കേണ്ട അവിടെ സ്പേസ് ഇല്ലല്ലോ. പിന്നെ അവിടെ കൊടുക്കേണ്ടത് നിങ്ങളെ ഫാദർ മദർ അവിടെയാണ്. പിന്നെ ഇനീഷ്യൽ കൊടുക്കേണ്ടി വരുന്നത് SIR ലിസ്റ്റുമായി SIR കോളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സെക്കൻഡ് കോളം ഇല്ലെങ്കിൽ തേർഡ് കോളത്തിലാണ്. അതിൽ SIR ലിസ്റ്റിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ കൊടുക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റിലെ ജനനതീയതിയും ആധാറിലെ ജനനതീയതിയും തെറ്റാണ്. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഇതില് ആധാർ എന്നുള്ളത് ഓപ്ഷണലാണ് അല്ലെ? ആധാർ അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, പലർക്കുള്ള സംശയമാണ്. കാരണം 1987 മുമ്പ് ശേഷവും മുമ്പുള്ള ഇത് സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പാസ്പോർട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആധാർ കാർഡിന് പ്രയോറിറ്റി ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഇത് ഡേറ്റ് ഓഫ് ബർത്ത്, അത് കിട്ടിയില്ലെങ്കിൽ പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത്. ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടാണ് ആധാർ കാർഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രയോറിറ്റി ആദ്യം കൊടുക്കും. കാരണം രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ ഏതാ എന്നുള്ളത് നമുക്ക് ഒരു കോളം ഉണ്ടല്ലോ, അതിൽ ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ആധാർ നമ്പർ കൊടുക്കാതിരിക്കുക എന്ത് കുഴപ്പമില്ല, ആധാർ നമ്പറിന് ഇവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ അവിടെ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ പാസ്പോർട്ടിലും ആധാർ കാർഡിലും മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ആധാർ കാർഡ് ഇതിൽ നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷണൽ ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്. അത് ആധാർ പൗരത്വ രേഖയല്ല എന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതിയുടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ആധാർ രേഖയായിട്ട് വാങ്ങാമെന്നുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആധാർ കാർഡ് ഒരു നിർബന്ധമായിട്ട് ഇതിൽ സമർപ്പിക്കേണ്ടതല്ല. ഇനി ഹിയറിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ ആധാറിനോടൊപ്പം തന്നെ അനുബന്ധ രേഖകളും സമർപ്പിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആധാറിനേക്കാൾ മറ്റു രേഖകളാണ് നമ്മൾ പ്രധാനമായിട്ടും തെളിവായിട്ട് സമർപ്പിക്കേണ്ടി വരിക. ഇത് ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ അത് മുമ്പ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വീഡിയോയിലും ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടാൽ വ്യക്തമാകും എത്ര ആൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. നിയമ നടപടിയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിനെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാരോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഒരാളുടെ പോലും അവരുടെ വോട്ടവകാശം, പൗരാവകാശം ഇല്ലാതാവരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു തീരുമാനം എന്നുള്ളത്. നമ്മുടെ പൗരാവകാശം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ തീരുമാനമെടുക്കണം. അതിന് എന്ത് നടപടികളോ അല്ലെങ്കിൽ സമരങ്ങളോ എന്തുമാണോ ആരാണോ അതിന് സഹായിക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരുന്നത് അവരുമായിട്ട് സഹകരിച്ചിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കേരളത്തിൽ അല്ലെ SDP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഒരു പൗരന്റെയും അവകാശം നിഷേധിക്കാൻ പാടില്ല. ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാലിന് ഒരു പ്രസ്താവന SIR ലിസ്റ്റിൽ നമ്മൾ പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയൊരു പിശകുണ്ടെങ്കിൽ പോലും അവർ അതിനെ തോണ്ടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. കാരണം അതുകൊണ്ടാണ് അവർ തമിഴ്നാട് അതുപോലെ ബംഗാൾ പോലുള്ള സ്റ്റേറ്റ്സ് ശക്തമായിട്ടുള്ള നിലപാടുകൾ. കാരണം ഈ SIR എന്നത് പ്രായോഗികമല്ല, എല്ലാവർക്കും പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ബീഹാറിൽ എത്ര 65 ലക്ഷത്തിൽ നിന്ന് കേവലം 20 സംതിങ് ആളുകൾക്ക് മാത്രമേ പിന്നെ ഫില്ല് ചെയ്യാനും അപേക്ഷിക്കാനും സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സംശയത്തിന്റെയും അതിന്റെയും മേലിലാണ് കഴിയുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്ന നിലക്കാണ് സ്റ്റാലിനൊക്കെ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുള്ളത്. അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആരുടെയും പൗരാവകാശം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുതകുന്ന പരിഹാരങ്ങളും നടപടികളും പൗരവൻ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. കാരണം ഇത്രയും കാലം ഈ രാജ്യത്തെ പൗരന്മാരായിരുന്നു നമ്മളുടെ വോട്ടവകാശം വിനിയോഗിച്ചതാണ്. അപ്പോൾ ഇനി അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും രീതിയിലുള്ള ഭരണകൂട നടപടികളിലൂടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്.
പിന്നെ കുറെ ആശങ്കകളാണെന്ന് തോന്നുന്നു. ഇത് പ്രവാസി ആയതുകൊണ്ട് ഇതുവരെ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാതാപിതാക്കളുടെയും 2002 എൻ്റെ പേരില്ല, എനിക്ക് ഐഡന്റി കാർഡ് ഇല്ല, ഇനി ഏത് ഫോം പൂരിപ്പിക്കണം, ഏത് രേഖ ഇതൊക്കെ ആശങ്കയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള SIR നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നുള്ളത്. ഇതിൽ ഇപ്പൊ നിലവിൽ ഈ പറയുന്ന ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പുതുച്ചേർക്ക് അവർക്ക് അതിനുള്ള അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. SIR അല്ല അന്തിമം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ കരട് വോട്ടർ പട്ടിക മറ്റുള്ള നടപടികൾ വരുന്നുണ്ട്. ഇത് പൗരത്വ രേഖയാകുമോ, NRC ആകുമോ, അല്ലെങ്കിൽ ഇതിലൂടെ നമ്മുടെ പൗരത്വം ഇല്ലാതാകുമോ എന്നുള്ള വലിയ ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇവിടുത്തെ സർക്കാരുകളും അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളും മനസ്സിലാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് അത്തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. രാജ്യത്ത് വോട്ടവകാശം യഥാർത്ഥത്തിൽ ഒരു പൗരനെ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ പോലും നിലവിൽ വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇടം പിടിക്കാത്ത ആളുകളോ പുറത്തുള്ള ആളുകളോ അവരൊക്കെ രാജ്യത്തെ പൗരന്മാരല്ലാതാവുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ വോട്ടവകാശം എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയും അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. 6A ഫോം അത് നിർബന്ധമാണോ എന്നുള്ളതാണ് പ്രവാസികൾ. അത് കരടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. പിന്നീട് 2002 ജോസഫ് എന്നാണ് പേര്, 2025 ലിസ്റ്റിലും ആധാറിൽ പേര് ജേക്കബ് ജോസഫ് എന്നുള്ളതാണ്. 2002 ഡീറ്റെയിൽസ് പൂരിപ്പിക്കുമ്പോൾ ജോസഫ് എന്നെഴുതിയാൽ മിസ്മാച്ച് ആകുമോ എന്നുള്ളതാണ്. അത് 2002 SIR ലിസ്റ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എഴുതാം. ജനന തീയതിയും സ്ഥലവും തെളിയിക്കാൻ പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പിന്നെ പ്രവാസിയാണെങ്കിൽ പാസ്പോർട്ടാണ് കൂടുതൽ ഉപകാരപ്പെടുക. ഒന്ന്, ഇതിൽ രേഖകൾ നമ്മൾ ആദ്യം സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ നമ്മുടെ കയ്യിൽ ഫോം കിട്ടിയിട്ടുള്ള ആളുകൾ ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2002 2025 വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്ക് ആ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുകൂടാതെ 2025 ലിസ്റ്റിൽ മാത്രമാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്, 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ നമ്മുടെ അത്തരം ആളുകൾക്കാണ് ഈ രേഖ സമർപ്പിക്കുക എന്നുള്ളത്. ഹിയറിങ്ങിൻ്റെ ഘട്ടത്തിലാണ് ആ രേഖകൾ സമർപ്പിക്കേണ്ടത്. നിലവിൽ ഫോം ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഹിയറിങ്ങിൻ്റെ സമയത്താണ് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടത്. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രേഖകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഏതായാലും SIRമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ നമ്മുടെ ഫോമും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ചോദിച്ചിട്ടുള്ള സംശയങ്ങളും അതേപോലെ അനുഭവത്തിലൂടെ സംശയങ്ങളും എല്ലാവരും കാരണം ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ് കമൻസിലൂടെ ചോദിച്ചിട്ടുള്ളതും അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. കാരണം പല ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. വീണ്ടും സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ആ വീഡിയോയിൽ എല്ലാ സംശയങ്ങളും പൊതുവായിട്ടുള്ള എല്ലാ സംശയങ്ങളെ കുറിച്ചിട്ടും വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കുറച്ച് നീളം കൂടിയതാണ് എങ്കിൽ പോലും എല്ലാ ആളുകളും അവസാനം വരെ കാണുക. നിങ്ങളുടെ ഇതുവരെ ഉണ്ടാവുന്ന ടോട്ടലായിട്ട് പൊതുവായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഇതുണ്ടാവും. തുടർ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് സഹകരിക്കുക. അത് തന്നെയാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്.